കുല്യ സിംസുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പൺ ബൈ മൈൻഡ് ഫോർ നോളേജ് ആൻഡ് ഇൻഫർമേഷൻ. ഞാൻ ദേവിരാകേഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് എയറേഷൻ, നമ്മുടെ ടാങ്കുകളിൽ എയറേഷൻ കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ ഒട്ടും ലീക്കൊന്നും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ എയറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. സോ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് എയറേഷൻ അത് ചെയ്യാനായിട്ട് വേണ്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. എന്തൊക്കെ സാധനങ്ങൾ വേണം. സോ നമുക്ക് സമയം കളയേണ്ടത് നേരെ വീഡിയോയിലോട്ട് അയക്കാം. അപ്പോൾ നമ്മുടെ എയറേഷൻ സിസ്റ്റം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ അക്വാകൾച്ചർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ല, നമ്മുടെ അഗ്രികൾച്ചർ യൂസ് ചെയ്യുന്ന ഡിപ്രിഗേഷന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് പോളി ട്യൂബാണ്. 16 mm പോളി ട്യൂബ്, അതായത് ഇത്ര റോളിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോളി ട്യൂബിന് ഇത് വരുന്നത് 16 mm, അതുപോലെ തന്നെ 50 മീറ്ററാണ് നമുക്ക് ഈ ഒരു റോളിൽ കിട്ടുന്നത്. ഏകദേശം നമുക്കൊരു 1 മീറ്ററിന് 15, അപ്രോക്സിമേറ്റ്ലി ഒരു 15 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലംബറിനെ ഒന്നും വിളിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എന്നെ പോലെ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള രീതിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇത്. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഡിപ്രിഗേഷന് യൂസ് ചെയ്യുന്ന വിനിയൽ ട്യൂബാണ്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ട്യൂബാണ്, വിനിയൽ ട്യൂബാണ്. അപ്പോൾ ഇതിന് 1 മീറ്ററിന് അപ്രോക്സിമേറ്റ്ലി ഒരു 6 റുപ്പീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 16 mm എൻ സ്റ്റോപ്പറാണ്. ഇതിന് അപ്രോക്സിമേറ്റ്ലി ഒരെണ്ണത്തിന് നമുക്ക് 5 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ട സംഭവം എന്ന് വെച്ചാൽ കണക്ടേഴ്സാണ്. നമ്മുടെ 16 mm പൈപ്പിൻ്റെ കണക്ടേഴ്സാണ്. അത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ടി വേണം, പിന്നെ എൽബോ വേണം, പിന്നെ ഐ വേണം. ഇത് നമ്മുടെ ഇഷ്ടാനുസരണത്തിന് നമുക്ക് ഇതിനെ പൈപ്പൊക്കെ വളച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് വേണ്ടത്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 6 രൂപയ്ക്കാണ് നമുക്ക് ഇത് പീസിന് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പോളി ജോയിനറാണ്. ഇതിന് അപ്രോക്സിമേറ്റ്ലി ഒരെണ്ണത്തിന് 1 രൂപ 1.5 രൂപയ്ക്കാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ എയറേഷൻ സിസ്റ്റം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ഇതിനെ വെയിറ്റ് ചെയ്യണമല്ലേ, നമുക്കിത് നേരെ ആയിട്ട് എയറേഷൻ സിസ്റ്റം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ആക്സോ ബ്ലേഡ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആവശ്യമുള്ള ആ പൈപ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റോപ്പർ, നേരത്തെ കാണിച്ച ഇൻസ്റ്റോപ്പർ, ഒരു സൈഡ് ഇൻസ്റ്റോപ്പർ ഇട്ട് അടക്കണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളിൽ കൂടി നമുക്കിത് കയറ്റിയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പോളി ജോയിനറാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്കിനി ഷാർപ്പായിട്ടിരിക്കുന്ന സൈഡാണ്, ഒരെണ്ണം ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സൈഡാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഈ വിനിയൽ ട്യൂബിലോട്ട് ഇത് ചെറിയ കഷ്ണം വിനിയൽ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. കട്ടി ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മുടെ വിനിയൽ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വരുന്നത് കേബിൾ ടൈ ആണ്. നമ്മുടെ പൈപ്പ് നമ്മുടെ സ്റ്റാൻഡിനോട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കേബിൾ ടൈ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ കേബിൾ ടൈ വാങ്ങാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ കേബിൾ ടൈ വെച്ച് നമ്മുടെ ട്യൂബ് ഇങ്ങനെ കെട്ടി നമുക്ക് അടുത്തായിട്ട് വേണ്ട സാധനങ്ങൾ പഞ്ചാണ്. ഇത് കമ്പൽസറി അല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ട്യൂബ് നമുക്ക് ഹോൾ ഇടാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആണിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂൾസാണ്. അതുപോലെ തന്നെ ഇനി പ്രൈസ് വരുന്നത് 10 റുപ്പീസാണ് ഒറ്റ കണക്കിന് പ്രൈസ് വരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു ഹോൾ ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോളി ജോയിനർ അതുപോലെ തന്നെ വിനിയർ ട്യൂബും കൂടി നമ്മൾ ഇതുപോലെ നമ്മുടെ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ട്യൂബാണ് കണ്ടിട്ടിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും.
അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പ്രഷർ അഡ്ജസ്റ്റർ ആണ്. ഇത് നമുക്ക് ഇപ്പോൾ ആ ഹോൾഡിലൂടെ ജസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ട്യൂബും അതുപോലെ തന്നെ ഒരു എയർ സ്റ്റോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സും പല രീതിയിലുള്ള ഫിൽറ്റേഴ്സും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതുപോലെ ഇതുപോലെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന എയറേഷൻ സിസ്റ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് മെയിൻ ലൈനാണ്. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന എൽബോയും ടീയും ഒക്കെയാണ്. ഇങ്ങനത്തെ യൂസസിന് വേണ്ടിയാണ് നമ്മൾ ഈ ടീയും എൽബോയും ഐയൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യാനുസരണം ഇതുപോലെ ഇങ്ങനെ വളച്ചും ഒടിച്ചൊക്കെ നമുക്ക് കൊണ്ടുപോകാനാണ് ടീയും എല്ലും ഐയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ റൂമിലേക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഹീലിയുടെ HAP120 എന്ന് പറയുന്ന എയറേഷൻ പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 എയറേഷൻ പമ്പുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒറ്റൊരു എയറേഷൻ പമ്പിൽ നിന്ന് നമുക്ക് 80 ടാങ്ക് വരെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഡയ അതുപോലെ തന്നെ 1 മീറ്റർ നീളമുള്ളൊരു ചേമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേമ്പർ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് പറയുന്നത് ഇത്രയും കൂടി പ്രഷറിൽ നമുക്ക് നമ്മുടെ എല്ലാ അക്യൂസിലോ ടാങ്കിലോ നമുക്ക് ബബിൾസ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എയറേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിലോട്ട് വരുന്ന നമ്മുടെ എയറേഷൻ പമ്പിലോട്ട് കൂടുതൽ ആവശ്യമില്ലാത്ത കുറേ പ്രഷറൊക്കെ നമുക്ക് ഇതുപോലെ ചേമ്പർ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചേമ്പറിൽ നിന്ന് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മുടെ എല്ലാ റൂമിലോട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ ഒബീസിറ്റികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയാണല്ലേ, നമ്മുടെ ഈ ഡബിൾ നോസിൽ സാധാരണ ഡബിൾ നോസൽ മോട്ടർ വെച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് 8 4 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്കുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റയ്ക്ക് നമ്മൾ അല്ല സാധാരണ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും ഇത്രയും കൂടി എഫിഷ്യൻ്റ് ആണ്. ഇങ്ങനെ 4 മോട്ടറോ 8 മോട്ടറോ നിങ്ങളുടെ ടാങ്കിനനുസരിച്ച് നിങ്ങൾ ഡബിൾ നോസൽ മോട്ടറിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത തന്നെ യൂസ് ചെയ്യുന്നത് സോൾഡറിങ് അയണാണ്. ഇത് ഉപയോഗിച്ച് നമ്മുടെ ടബുകൾക്ക് ഇതുപോലെ ഹോൾ ഇടാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ പൈപ്പൊക്കെ കറക്റ്റായിട്ട് ടാഗ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്ന മെത്തേഡാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. PVC പൈപ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് PVC പൈപ്പിനെക്കാട്ടും ഈസിയുമായിട്ട് അതുപോലെ തന്നെ ചിലവും കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ലീക്കേജ് വരാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. നമുക്കിവിടെ സിലിക്കോൺ ഇട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രഷർ അഡ്ജസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇതിനെക്കാട്ടും നല്ലത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടിരിക്കുന്ന മെത്തേഡാണ്. നമ്മുടെ പൈപ്പ് ഉപയോഗിച്ച് സിമ്പിൾ, അത് ഇതിനെക്കാട്ടും ഈസിയും അതുപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങുമായിട്ട് നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന എയറേഷൻ സിസ്റ്റം ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെൽസ്മിൻ സൈനിങ് ഓഫ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോസാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ അടുത്ത് വരുന്നത്. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ്.